ഞാൻ ഈ മാർക്കറ്റിൽ ജീവിക്കുന്ന ആളാണ്, അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയല്ല. ഞാൻ പല്ലി. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അടിയിൽ ഇന്ന് വൈകുന്നേരത്ത് വന്ന ഒരു കമൻറ്റ്, അത് പിന്നെ ഒരു പുതിയൊരു അക്കൗണ്ടായിട്ടും ഒരു ഫേസ് ഒന്നും കാണിക്കാത്ത ഒരാളെ അക്കൗണ്ടാണ്. മറുപടി പറയാൻ മാത്രം വാല്യൂ ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അതൊരു കുറേ ആൾക്കാരെ കൺസേൺ ആണ്. അതപ്പോൾ അന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ അത് ഇവിടുത്തെ ഒരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം തന്നെ അതുകൊണ്ട് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും ഉൾപ്പെടുത്തി പോകുക. സംഗതി നമ്മളെ പോക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്ട്രാക്ഷൻ ആണ്. എന്നാലും ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ എഴുതി. കമന്റ് ഇങ്ങനെയാണ്: മുസ്ലിങ്ങൾ ലണ്ടനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെതിരെ റിഫോം പാർട്ടി വരെ വന്നു എന്നുള്ള രീതിക്കുള്ള ഒരു പൊളിറ്റിക്സും പിന്നെ ഒരു കമ്മ്യൂണിറ്റിനെ അടച്ച് ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഒരു കമന്റാണ്. ഇയാള് ലണ്ടനിൽ ഉണ്ടോ എവിടെയാണുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ലണ്ടനിൽ ഒരു 3.5 കൊല്ലത്തോളം സെൻട്രൽ ലണ്ടനിൽ നൈറ്റിൽ മാത്രം, അതായത് വൈകുന്നേരം 6 മണിക്ക് അല്ലെങ്കിൽ 6:30 മണിക്കൊക്കെ തുടങ്ങിയിട്ട് രാവിലെ 4 മണി 5 മണി വരെയൊക്കെ വർക്ക് ചെയ്ത് ലണ്ടൻ സിറ്റിൻ്റെ പക്കാ സെൻട്രലിൽ പിക്കാഡിലും പിന്നെ ഓക്സ്ഫോർഡ് സർക്കസിലൊക്കെ ഒരു 3.5 കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അവിടെയുള്ള ഞങ്ങളെ മെയിൻ സോഴ്സ്, അതായത് അവിടെ വർക്ക് ചെയ്യണ നമുക്ക് മനസ്സിലാക്കണ നമ്മളെ കടയിലെ തിരക്കും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞ ഒരു തരം മുസ്ലിംസ് തന്നെയാണ് അവിടുത്തെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ബിഗ് കമ്മ്യൂണിറ്റി ഈ ലണ്ടനിൽ. അപ്പോൾ നിങ്ങൾ പറയണത് ഈ ബോട്ടിലും അതിലും വന്ന മുസ്ലിംസ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ ഇതിന് പറയുന്ന ആൾക്കാർ. ആള് പറഞ്ഞ ആളത് അയാളെ ഓലെയാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അങ്ങനെ വരുന്ന ആൾക്കാർ ഉണ്ട്. ഓല് ചെയ്യുന്ന നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയണമെന്നില്ല. നമ്മളൊക്കെ ഇത്ര ഇടങ്ങേറായി ഇത്ര സ്പെൻഡാക്കി ഇവിടെ വന്ന് ഇത്രയും സ്പെൻഡാക്കി വീണ്ടും ഇവിടെ നിൽക്കാനും ഒക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ വെറുതെ വന്നുകൊണ്ട് ഇവിടെ നമ്മളവസരം കൂടി തട്ടിയെടുക്കുക എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ മുസ്ലിം എന്ന് പറഞ്ഞാണ്ട് പറയരുത്. അത് ഒരു തരായി ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഓല് നശിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓല ഉപയോഗിച്ച് കുറേ ആൾക്കാർ ഇവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഐറ്റങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്തുകൊണ്ട് പണിയെടുക്കുന്ന കുറേ സ്ഥലങ്ങൾ. ഞാൻ ഈ മാർക്കറ്റിൽ ജീവിക്കുന്ന ആളാണ്, അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയല്ല. അപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറയരുത്. ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയിലുള്ള എൻ്റെ ഒരു മെയിൻ അക്കൗണ്ടിൽ ഞാൻ ഏകദേശം 100K ഇവിടെ സ്പെൻഡ് ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ ഞാനൊരു 30K സ്പെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രം ജനറേറ്റ് ചെയ്തൊരു മണിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ സൊസൈറ്റിയിലും ഈ ഒരു എക്കോണമിയിലും നല്ലോണം ഇൻവോൾവ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും അല്ല, മുസ്ലിങ്ങളായാലും ആരായാലും ഇവിടെ എല്ലാ രീതിക്കും ഈ നാടിനെയും ഇവിടുത്തെ സിസ്റ്റത്തിനെയും ഉപയോഗിക്കണ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഉണ്ട്. പിന്നെ ബെനിഫിറ്റ് ആണെങ്കിലും സിംഗിൾ മദർ ബെനിഫിറ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കണ പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം എന്ന് പറഞ്ഞാണ്ട് ഒറ്റയടിക്ക് ഒരു വിഭാഗത്തിനെ ഒന്നായിട്ട് അടിച്ചേൽപ്പിക്കരുതല്ല.